Dear students, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, മെറ്റീരിയൽ ലോസസ്. When a manufacturing activities are carried out, there may be losses due to wastage, scrap, spoilage and defective work. വേസ്റ്റേജ് കാരണം, സ്ക്രാപ്പ് കാരണം, സ്പോയിലേജ് കാരണം, ഡിഫക്റ്റീവ് കാരണം ലോസസ് ഉണ്ടാവും. Every such losses in a financial losses, and it is necessarily that such losses are kept under control. For controlling such losses, it is necessary to keep a proper account of such losses. The control of waste, scrap, spoilage and defective work is possible only when these items are clearly understood. അപ്പോൾ ഓരോ ഐറ്റവും വേസ്റ്റ് എന്താണ്, സ്ക്രാപ്പ് എന്താണ്, സ്പോയിലേജ് എന്താണ്, ഡിഫക്റ്റീവ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും എന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വേസ്റ്റേജ്. A waste is that portion of basic raw material lost in processing having no recovery value. Waste is that portion of basic raw material lost in processing. പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് നഷ്ടപ്പെടുന്ന റോ മെറ്റീരിയലിനാണ് പറയുന്നത് ഹാവിങ് നോ റിക്കവറി വാല്യൂ. നമുക്ക് റിക്കവർ ചെയ്ത് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കിട്ടാത്ത പ്രോസസ്സ് നഷ്ടപ്പെടുന്നതിന്. ദെൻ വേസ്റ്റ് ഈസ് എ കംപ്ലീറ്റ് ലോസ്. വേസ്റ്റ് എന്ന് പറയുന്നത് കൺസിഡർ ആസ് എ കംപ്ലീറ്റ് ലോസ്. ദെൻ ഗ്ലാസസ്, ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസസ്, ഡസ്റ്റ്, സ്മോക്ക്, അൺസെയിലബിൾ, റെസിഡ്യൂ, ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് shrinkage and evaporation of material are the example of wastage. Then, a waste may be normal or abnormal. Normal loss occur due to nature of the material. It is unavoidable. Then, this unavoidable and expected loss of material is called normal loss. This unavoidable and expected loss of material is called normal loss. Then loss due to evaporation, shrinkage, etc. Any waste loss over and above normal wastage is called abnormal wastage. Abnormal loss is that loss which arises due to accident or carelessness of a person handling the goods. ഇപ്പോൾ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൻ്റെ കെയർലെസ് ആയിട്ടുള്ള പ്രവൃത്തി മൂലം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മൂലമൊക്കെ നോർമൽ ലോസിനേക്കാളും കൂടുതൽ ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ആ ലോസിനെയാണ് നമ്മൾ അബ്നോർമൽ വേസ്റ്റേജ് ലോസ് എന്ന് പറയുന്നത്. Loss due to fire theft are the example of abnormal wastage. So next one, scrap. Scrap is an incidental material residue coming out of certain type of manufacturing process, usually small amount or low value recoverable without further processing. ഫർദർ പ്രോസസ്സിങ് ഇല്ലാതെ ചെറിയ വാല്യൂ റിക്കവർ ചെയ്തെടുക്കാവുന്ന നമ്മളൊരു പ്രോസസ്സ് ചെയ്ത മെറ്റീരിയലിൻ്റെ റെസിഡ്യൂ അല്ലെങ്കിൽ അതിൻ്റെ മീതി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് മേ അറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് ടേണിംഗ്, ദെൻ boring, timering, etc. from metals on which machine operations are carried out. By product of small value which are sold without further processing are also treated as scrap. Then അതല്ലെങ്കിൽ it is common in leather industry, ready-made garment, etc. and has a small value. ഇപ്പോൾ നമുക്കറിയാം ലെതർ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇപ്പോൾ ലെതർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള പ്രോഡക്റ്റിന് ആവശ്യമുള്ള ലെതർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മീതി കുറച്ച് സാധനം വരാറുണ്ട്. അതുപോലെ റെഡിമെയ്ഡ് ഇൻഡസ്ട്രിയിൽ ഗാർമെൻറ്റ്സ് തുണിയൊക്കെ ആണെങ്കിൽ നമ്മുടെ റെഡിമെയ്ഡ് ആവശ്യമുള്ള സാധനം തയ്ച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മീതി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിനാണ് നമ്മൾ എന്ത് വരുന്നത്, സ്ക്രാപ്പ്. ഇറ്റ് ഹാസ് എ സ്മോൾ വാല്യൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി ദാറ്റ് സ്ക്രാപ്പ് ഈസ് ഓൾവേസ് ഫിസിക്കലി അവൈലബിൾ വൈൽ വേസ്റ്റ് മേ ഓർ മേ നോട്ട് ബി പ്രസന്റ് ഇൻ ഫോം ഓഫ് റെസിഡ്യൂ. നമുക്ക് സ്ക്രാപ്പ് അത് കാണാൻ വേണ്ടി പറ്റും, അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്കിയായിട്ട് അത് നമ്മുടെ പ്രോഡക്റ്റിന് പറ്റാത്ത നിലയ്ക്ക് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് നമുക്ക് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അതേസമയം വേസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല, കാണാൻ വേണ്ടി കഴിയുന്നതോ അല്ലാത്തതോ ആവാം. ദെൻ സ്പോയിലേജ്. Spoilage refers to the goods damaged beyond rectification and which are to be sold without further processing. Spoilage refers to the goods damaged beyond rectification and which are to be sold without further processing. Further processing ഇല്ലാതെ
വിൽക്കാൻ പറ്റുന്ന ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരാത്തതിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുന്നത്. യൂഷ്വലി സ്പോയിൽഡ് ഗുഡ്സ് ആർ സോൾഡ് ഔട്ട് ആസ് എ സെക്കൻഡ് വിത്തൗട്ട് ഫർദർ പ്രോസസ്സിംഗ്. സ്പോയിൽഡ് ഗുഡ്സ് cannot be repaired, reconditioned. In case of spoilage, there is not only a material loss, but there is also a loss of labor and manufacturing overhead already incurred on the material. Difference between spoilage and scrap. Spoilage differs from scrap. It is difference between as follows. Scrap always arises as a result of processing of material, while spoilage occur due to some defect in material or operations which may or may not be inherent in manufacturing process or operation. Scrap has always relatively low but some definite value. ലോ വാല്യൂ ആയിരിക്കും ബട്ട് ഡെഫിനറ്റ് നമുക്ക് ഉറപ്പായിട്ട് സ്ക്രാപ്പ് വരുമെന്ന് അറിയാം അല്ലേ. ആ ഒരു മാനുഫാക്ചറിങ് ചില സർട്ടൻ നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സ്ക്രാപ്പ് വന്നിരിക്കും. ബട്ട് ദ വാല്യൂ ഓഫ് സ്പോയിലേജ് മേ വേരി ഫ്രം ലോ ടു ഹൈ വാല്യൂ. അപ്പോൾ എത്രത്തോളം ഡിഫക്റ്റ് അതിൻ്റെ അകത്തുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും സ്പോയിലേജിൻ്റെ വാല്യൂ. സോ ഗുഡ് ക്വാളിറ്റിയുള്ള ഗുഡ്സ് പോലെ തന്നെ വരുന്നതും എന്നാൽ അതിന് ചില ഡിഫക്റ്റ് വരുന്നതുമാണ് നമ്മൾ ഇത് പറയുന്നത് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്, സ്പോയിലേജ് എന്ന് പറയുന്നത്. Scrap involve loss of material solely, while spoilage involve loss of material, loss of labor and manufacturing overheads. Next, defectives. It represents that portion of production which can be rectified and turned into a good unit by putting in extra material, labor and overhead. Extra material, labor, overhead ഉപയോഗിച്ചാൽ ഗുഡ് ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റാവുന്നതിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. The main difference between spoilage and defective is that spoilage cannot be rectified while defective can be rectified. Similarly, spoilage can be solved second while defective can be solved as a good unit. Defective നമുക്ക് good unit ആയിട്ട് വിൽക്കാൻ പറ്റും. Defective are the semi-finished or finished product which are not according to standard specification. Then, however, the defective can be rectified by incurring additional expense. Defective occur because of a poor quality of raw material, poor workmanship, then lack of supervision, etc. മുതലായ കാരണങ്ങളൊക്കെയാണ് ഡിഫക്റ്റീവ് ഉണ്ടാകുന്നത്. ഡിഫക്റ്റീവ് നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലോ ലേബറോ എക്സ്പെൻസോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.